എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റോസാ ചെടികളെല്ലാം നന്നായിട്ട് പൂക്കളൊക്കെ തരുന്നുണ്ടല്ലേ. പക്ഷേ പൂക്കളൊക്കെ നോക്കി കളർ കുറഞ്ഞിരിക്കുന്നു. അതൊക്കെ മഴ ആയതുകൊണ്ടാണെന്ന് വെക്കാം. പക്ഷേ പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ പൂക്കളിൽ എല്ലാ എതിറുകളും കൊഴിഞ്ഞു പോകുന്നു. മുട്ടി വിരിയുമ്പോൾ തന്നെ അതിൻ്റെ മുട്ടകളെല്ലാം നീരൂറ്റി കുടിച്ചിട്ട് ഒരു പ്രാണി വന്ന് നീരൂറ്റി കുടിക്കുന്നു. അതുപോലെ വണ്ടുകളുടെ ശല്യം, ഇതിൻ്റെ എല്ലാ ശല്യം, അതുപോലെ തന്നെ ഇല മഞ്ഞളിച്ചു പോവുക. ഈ ഒരു പ്രശ്നമെല്ലാം മഴക്കാലത്ത് രൂക്ഷമാണല്ലേ. പച്ചക്കറികളിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമ്മുടെ റോസാ ചെടികൾക്കും കൊടുക്കാവുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. ഈ മഴക്കാലത്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മഴ സമയത്ത് നമ്മൾ ചോട്ടിൽ ഒരുപാട് വളങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ആ റോസാ ചെടികളുടെ ഇലകളിലും പൂക്കളിലും മൊട്ടുകളിലുമൊക്കെ നമ്മൾ ഓരോ സൊല്യൂഷൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ചെടി ഹെൽത്തി ആയിട്ട് വന്നിട്ട് നല്ല തളിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. നല്ലപോലെ തളിർപ്പും കാര്യങ്ങളും നല്ല ഇലകളും ഒക്കെ വന്നാൽ മാത്രമേ നിറയെ മൊട്ടുകളും പൂക്കളും ഉണ്ടാവത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു നമ്മുടെ റോസാ ചെടിയൊക്കെ നശിച്ചു പോകാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ നന്നായി വരുന്ന റോസാ ചെടികൾ പോലും ഈ ഒരു മഴ സമയത്ത് എല്ലാ പ്രശ്നങ്ങളും, ഒരുപാട് പ്രശ്നങ്ങളാണ് അതിനെയൊക്കെ ബാധിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പൂക്കളൊക്കെ ഒന്ന് കരിയാറായി മഴവെള്ളം വീഴും, പൂക്കൾ പെട്ടെന്ന് ചീത്തയാകുന്നുണ്ട്. അപ്പം തന്നെ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സ്റ്റെമ്മിൽ നിന്നും നിറയെ തളിർപ്പുകൾ വീണ്ടും വരത്തുള്ളൂ. നിറയെ തളിർപ്പുകൾ വന്നാൽ മാത്രമേ നമുക്ക് നിറയെ മുട്ടുകളും ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പൂവ് ഇതിനെ ഭംഗി കണ്ട് നോക്കി നിൽക്കേണ്ട, അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇന്നത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി നമ്മുടെ വീട്ടിലില്ലാത്തൊരു വസ്തുവൊന്നുമല്ല, എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇത് ഇതിൻ്റെ കായത്തിൻ്റെ കട്ടയാണെങ്കിലും മതി. കട്ടയാണെങ്കിൽ ഒരു ചെറിയ പീസ് എടുക്കണം. ഏകദേശം 1 സ്പൂൺ അളവിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. കാരണം കായപ്പൊടി ഒരുപാട് കീടശല്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെയധികം നല്ലൊരു സൊല്യൂഷനാണ് കായം. ഇതിൻ്റെ സ്മെല്ല് കാരണം പണ്ടുകളും പ്രാണികളും ഒക്കെ മാറി നിന്നോളും. നമ്മുടെ ആ ഒരു പൂച്ചെടികളെയും അതുപോലെ തന്നെ പച്ചക്കറികളെയും ഒന്നും ഉപദ്രവിക്കാതെ തന്നെ നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഒരുപാട് വളം അതിൻ്റെ ചോട്ടിലൊന്നും കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇലകളിൽ മാറി മാറി ഇടയ്ക്കും ഇടയ്ക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ വേണം. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ ഒരു ചെറിയ കട്ട മതി. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. വെള്ളം ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കുറഞ്ഞു പോകരുത്. കറക്റ്റ് അളവിൽ തന്നെയാണ് നമ്മൾ ആ ഒരു വെള്ളം ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് 1 ലിറ്റർ വെള്ളവും കൂടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. കാരണം ഈ കായത്തിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് എടുക്കണം. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിക്കാനുള്ള സാധനങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമ്മുടെ ആ ഒരു റോസയുടെ എല്ലാ പ്രശ്നങ്ങളും, മുരടിപ്പ്, അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യം, ഇല മഞ്ഞളിച്ചുണ്ടായി ഒരു പ്രശ്നത്തിനെല്ലാം നല്ലൊരു പരിഹാരമാണ് കായപ്പൊടി കേട്ടോ. അപ്പോൾ കായ കട്ടയാണ് എടുക്കുന്നതെങ്കിൽ അരിയിപ്പിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളിലൊക്കെ സ്പ്രേ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് കായവും മഞ്ഞളും കൂടി മിക്സ് ചെയ്തും കൊടുക്കാം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഏത് ചെടിയാണ്, ബോൾസം ചെടിയോ പച്ചക്കറി ചെടി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ചെടിക്ക് എല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും കൊടുക്കാം. ഇലച്ചെടികൾക്ക്, ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ അകത്തൊക്കെ വെക്കുന്ന ഇലച്ചെടികൾക്കൊക്കെ ഇല്ലേ, അതിനൊക്കെ ചെറിയ മഞ്ഞളിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ മഴക്കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഈച്ചകളുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈച്ച ശല്യത്തിനും ഏറ്റവും നല്ലതാണ് ഈ ഒരു കായത്തിൻ്റെ സൊല്യൂഷൻ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ